ഇപ്പോൾ മാർക്കറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്റ്റോക്ക് ഇത് തന്നെയാണ്. ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി ലാഭവും കൊയ്യാം. ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്റ്റോക്ക് ഇത് തന്നെയാണ്. സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ 320 ഈ സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡായിക്കൊണ്ടിരിക്കുന്നത് 197 രൂപയ്ക്കുമാണ്. ഈ സ്റ്റോക്കിൻ്റെ PE 5.88ഉം ഇൻട്രസ്റ്റ് PE 13.6ഉമാണ്. ഇൻഡസ്ട്രി PEൻ്റെ പാതി PEയിൽ നിൽക്കുന്ന ഈ സ്റ്റോക്ക് എപ്പോഴും നമുക്ക് കൺസിഡറേഷൻ പോയിന്റ് തന്നെയാണ്. സ്റ്റോക്കിൻ്റെ പേര് കർണാടക ബാങ്ക്. ഈ കർണാടക ബാങ്കിൻ്റെ ഡിവിഡൻഡ് ഈൽഡ് 2.83ഉം ഈ കർണാടക ബാങ്കിൻ്റെ സെയിൽസ് ഗ്രോത്ത് 8.62ആണ്. ഇത് ഏറ്റവും മികച്ച സെയിൽസ് ഗ്രോത്ത് തന്നെയാണ്. പിന്നെ ഈ സ്റ്റോക്കിൻ്റെ EPS ഏർണിംഗ് പെർ ഷെയർ 33.7ആണ്. 197 രൂപയ്ക്ക് ഈ സ്റ്റോക്ക് വാങ്ങുമ്പോൾ EPS 33.7 എന്ന ഏറ്റവും മികച്ചത് തന്നെയാണ്. പിന്നെ ഈ സ്റ്റോക്കിൻ്റെ PEG റേഷ്യോ 0.24 ആണ്. PEG റേഷ്യോ 1 താഴെ നിൽക്കുന്ന ഏറ്റവും മികച്ച കൺസിഡറേഷൻ പോയിന്റ് തന്നെയാണ് എന്ന് വാറൻ ബഫറ്റ് പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഈ സ്റ്റോക്കിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ ആണ്. 373 ഈ സ്റ്റോക്കിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ. വിച്ച് മീൻസ് ഈ സ്റ്റോക്ക് അത്രയും വരെ പോകാൻ സാധ്യതയുണ്ട് എന്നതിനർത്ഥമാണ് ഇൻട്രിൻസിക് വാല്യൂ കാണിക്കുന്നത്. പിന്നെ ഈ സ്റ്റോക്കിൻ്റെ പീഡിയാട്രിക് സ്കോർ 5ആണ്. 3ന് മുകളിൽ നിൽക്കുന്ന പീഡിയാട്രിക് സ്കോറിൻ്റെ എല്ലാ സ്റ്റോക്കും നല്ല സ്റ്റോക്കായി കരുതപ്പെടുന്നു. അടുത്തത് ഈ സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂ 10ഉമാണ്. നേരത്തെ പറഞ്ഞ എല്ലാ റേഷ്യോവും കാണിക്കുന്നത് ഈ സ്റ്റോക്ക് ഇപ്പോൾ കൺസിഡറേഷൻ പോയിന്റ് തന്നെയാണ് എന്നതാണ്. എന്നാൽ ഈ സ്റ്റോക്കിലെ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയാൽ DICയിൽ ഏറ്റവും മികച്ച ഇൻവെസ്റ്റർ നോക്കുമ്പോൾ LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇവർ 2.38% ഷെയർ ബൈ ചെയ്ത് ഇപ്പോൾ ഹോൾഡിങ്ങിൽ കയ്യിലുണ്ട്. ഈ ഒരു കാരണം കൊണ്ടും നമുക്ക് ഈ ഷെയർ വാങ്ങിക്കാൻ കൺസിഡറേഷൻ പോയിന്റ് തന്നെയാണ്. ഇത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ടുള്ള വീഡിയോ മാത്രമാണ്.